എവിടെ പോന്ന് പഠിച്ചോൻ തലയിൽ എഴുതി വെച്ചിട്ടില്ലേ? കേളപ്പൻ പറഞ്ഞു തലവര മാറ്റുവാൻ പറ്റുമോ? ഇവളെ വിചാരം അവള് വലിയ ഐശ്വര്യറായി. എന്തല്ല കല്യാണം കഴിക്കുമ്പോ എനക്കെന്തിനേനും മോശമോ? ഇപ്പൊ ഞാൻ ഐശ്വര്യറായല്ല, അമ്മയാണ് സത്യ. കല്യാണം കഴിക്കുമ്പോ നല്ല നല്ല പഴുത്തടക്ക പോലത്തെ ഞാനാ. ഈ കുരിപ്പ് കല്യാണം കഴിച്ചതോട് കൂടിട്ടാ കൊട്ടടക്ക പോലെ ആയിപ്പോയെ. എനക്ക് കിട്ടിയ അഭിഷേക് വെച്ചത് നോക്കിയാ നിങ്ങൾ പൊന്നുടുമ്പ് ചിരിക്കുന്നതിനോട് ചിരിക്കും. അമ്മയാണ് സത്യം കള്ളത്തരം പറഞ്ഞല്ലേ. കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോ അന്നല്ല ഇടവലത്തുന്ന ആൾക്കാർ പറയൂ, ഈ ജാനുവിന്റെ നിറ നോക്കൂ, പാല് പോലത്തെ നിറ, പല്ല് നോക്ക് മുല്ലമൊട്ട് പോലത്തെ പല്ല. അല്ല ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളെ നാട്ടിലെല്ലാം മുല്ലമൊട്ട് കറുത്തിട്ടാ? അമ്മയാണ് സത്യം കള്ളത്തരം പറഞ്ഞല്ലേ. കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോ എന്റെ മുടി കാണേനോടോ പനങ്കൊല പോലത്തെ മുടിയാ. കല്യാണം കഴിഞ്ഞ പാട് ബന്ധു വീട്ടിലെല്ലാം കേറി ഇറങ്ങാൻ പോന്നേരം ഞാൻ പുഴക്കലെ പവിന്റെ ഗുഡ്സ് ഓട്ടോറിക്ഷ വേറെ പിടിക്കണം. ഇവിടെ മുടി കൊണ്ടുപോയി നിങ്ങളിങ്ങനെ തമാശയാക്കുന്നെങ്കിൽ ഞാൻ ആരെ കൂടിയെങ്കിലും അങ്ങ് പോവും. ഞാനോടി പോയ ഇവളെ വിചാരം ഇവള് പോകുമ്പോൾക്ക് ഇവളെ പയ്യന്റെ ആൾക്കാർ വേണില്ല. ഇവരൊരു കമ്പനിക്കാരനുണ്ട് കണ്ണൻ. കണ്ണൻ എന്നെ കാണുമ്പോ ഒരു തുള്ളിക്കളിയും മൂളിപ്പാട്ടും ജാസ്തിയാ. കണ്ണനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓന് ആക്രി കച്ചവട പണി, പഴയ ഉടപൊളി സാധനങ്ങളോടല്ല ഒരു വലിയ ഉയന്റെ മളെ ചിരിക്കല്ല മളെ. ഞാൻ പറയട്ടെ, സത്യത്തിൽ ഇത് എനിക്ക് കിട്ടേണ്ടതല്ല, എന്നെ കമല ചതിച്ചതാ. ആയെന്തെന്നാ സംഭവം എന്ന് വെച്ചാൽ സ്കൂൾ പഠിക്കുന്ന സമയത്ത് നെടിയല നാരായണൻ എന്നോട് ഭയങ്കര ഇട്ടൻ. അന്നേരം കമല പറഞ്ഞു ജാനു 99 ഒരു മാർക്കാണ് പോയി. അയ്യോ ഒരു മാർക്കല്ലേ കുരിപ്പ ഇങ്ങക്ക് കിട്ടല്ലേ. കുറ്റം പറയുന്നല്ല മോളെ. സത്യത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ മധുരമുള്ളൊരു വാക്ക് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. നമ്മൾ സ്നേഹത്തിലൊരു വാക്ക് ഉദ്ദേശിക്കില്ല, അതാ ഉദ്ദേശിച്ച പറഞ്ഞു. 2 ദിവസം മുമ്പേ കള്ളും കുടിച്ച് വന്നേരം എന്നെ ഡാർലിംഗ് വിളിച്ചേ. എനിക്ക് എളുപ്പട്ട കള്ളു കുടിച്ച് വന്നേരം നിങ്ങൾക്ക് എന്നോടൊരു സ്നേഹം കൂടുതൽ ഡാർലിംഗ് വിളിക്കുവേ. അത് കള്ളു കുടിച്ച് വിറ്റായിട്ട് പേര് ഞാനങ്ങ് മറന്നു. ഭാര്യന്റെ പേര് മറന്നു. ആദ്യത്തെ ഭർത്താവ് പറയും കുറ്റം പറയുന്നല്ലേ മോളെ. വയസ്സാം കാലത്തുണ്ട് എല്ലാ അസുഖവും കേളപ്പാട്ടനുണ്ട്. പ്രഷറുണ്ട്, ഷുഗറുണ്ട്, കൊളസ്ട്രോളും എല്ലാം ഉണ്ട്. ഇതൊന്നും ഇല്ലാണ്ട് കൊണ്ടുപോകുന്നല്ല, ഞാനായിട്ട് ഉണ്ടാക്കിയെടുക്കല്ലേ. ഉടക്ക പറയണ്ട. ഞാൻ പറയട്ടെ, 2 ദിവസം മുമ്പേ കുങ്കുവച്ചേരി ചന്ദ്രൻ മാച്ച് കേളപ്പാട്ടനെ കണ്ടേരം പറഞ്ഞ് കേളപ്പാട്ട നിങ്ങൾക്ക് പ്രഷറും ഷുഗറും എല്ലാം ഇല്ലല്ലേ. ഞാൻ കുറച്ച് മാച്ചന്മാർ 3-4 കിലോമീറ്റർ നടക്കുന്നുണ്ട് വ്യായാമത്തിന്. കേളപ്പാട്ട നിങ്ങളും പോരുന്ന കേളപ്പാട്ടം മാച്ചോടിക്കുന്ന ഞാനും കൂടിയും വന്നാലെത്തിരാളുണ്ടാവും മാച്ചേ വ്യായാമത്തിന് എന്ന് വെച്ചു. അപ്പോൾ മാച്ച് പറഞ്ഞ് നിങ്ങളും കൂടിയും വന്ന 12 ആളുണ്ടാവും. ഈ 12 ആളെന്ന് കേട്ടൊരു കേളപ്പാട്ടം ചോദിക്കുന്ന എന്നാ പിന്നെ നടക്കണോ, നമുക്കൊരു വണ്ടി കൂട്ടി പോയാ പോരെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എന്നെ കൊണ്ട് ഈ കളിപ്പിക്കുന്നതെല്ലാം മേലേന്ന് ഒരാൾ കാണുന്നുണ്ടെന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് വേണോ? മേലേന്ന് ആര് കാണുന്നു? തെങ്ങുമ്പോ കയറുന്ന കേളോ തരുതാസരണ്ട മേലെ അമ്മ നിങ്ങൾ കുറവാക്കുന്നത് അവിടെ കാല് പത്തിക്കല്ല കുരിപ്പ നിങ്ങൾ അടിയിൽ കൊടുക്കാത്ത കുറവാക്കുന്നു. അറിയാണ്ട് വായിന്ന് വീണു. എന്തറിയാണ്ട് വീണു? എനിക്കും മാത്രം അറിയുന്ന രഹസ്യം നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞില്ലേ? അറിയാണ്ട് ഇനി ഞാൻ എങ്ങനെ ആളുകളെ മുഖത്ത് നോക്കും? അറിയാണ്ട് വായിന്ന് വീണു. ഞാൻ എങ്ങനെ ജീവിക്കും? ഇല്ല, എന്റെ അമ്മ എന്തെന്നാണ് ഇനി ഇന്ത്യയിലുള്ള ജീവിതം ഇല്ല. എന്റെ അമ്മ എന്തെന്നാ ഇന്ന ഞാൻ ഡ്രൈ വാഷ് ചെയ്യുന്നു. എന്തെന്നാ ഡ്രൈ വാഷ് ചെയ്യുന്ന ഇനി ഇന്ത്യയിലുള്ള ജീവിതം ഇല്ല. എന്റെ അമ്മ പണങ്ങി മിണ്ടൂല്ല എന്ന് പറഞ്ഞാൽ മിണ്ടൂല്ലേ. കണ്ടാലോ മിണ്ടാണ്ടായി, കാണും ബന്ധലതായി പായി. ഇന്നെന്റെ കെട്ടിയോന് പോരാത്തോളായില്ലേ ഞാന്. ഇന്നെന്റെ കെട്ടിയോന് പോരാത്തോളായില്ലേ. മക്കളെ, ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ ബേജാറാണ്ട്. നേരത്തെ ആണുങ്ങളോടാ പറഞ്ഞ്, ഇനി പെണ്ണുങ്ങളോടാ പറഞ്ഞത്. ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോ പിണക്കവും പിണക്കയെല്ലാം ഉണ്ടാവും. സ്നേഹത്തിൽ 2 വാക്ക് പറഞ്ഞ ഏത് ഭർത്താക്കന്മാർ ഇങ്ങ് പോരും. കാരണം എന്നെ കൂട്ടണ്ട, എനിക്ക് വരുവാനാവില്ല, ഞാൻ വരൂല്ല എന്ന് പറഞ്ഞാൽ വരൂല്ല. ഞാനോടത്തെ കളപ്പാട്ടിനെ വിളിക്കുമ്പോ വരുന്ന കണ്ടോളെ. വിളിക്കുമ്പോഴൊക്കെ അപ്പാട് പോയി വിടുന്ന. അങ്ങനെ നമുക്ക് പോവാനാവോ ബാബു? ബാബു ഇനി പറഞ്ഞാലൊന്നും വരാണ്ടിരിക്കുമല്ലോ. കണ്ടോളെ, ഞാൻ വിളിക്കുമ്പോ വരുന്നുണ്ടോളെ. കേളപ്പാട്ട
എന്റെ പഞ്ചാരല്ലേ ജാനോ എനിക്ക് വരുവാനാവല്ല ജാനോ. എന്റെ മുത്തല്ല ജാനോ എന്നോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞു എനിക്ക് വരുവാനാവല്ല, ഞാൻ വരുവല്ല. എന്റെ ജിഞ്ചിന് പാവല്ല എന്താ ജാനു പറഞ്ഞാ തിരിയാത്തി എനിക്ക് വരുവാനാവല്ല എന്ന് പറഞ്ഞില്ല എന്നോട്. എന്റെ പഞ്ചാരക്കട്ടല്ലേ ജാനു എനിക്ക് വരുവാനാവല്ല, ഞാൻ വരുവല്ല എന്ന് പറഞ്ഞാ ഐ ലവ് യു കളപ്പാട്ടാ. ഐ ലവ് യു ടു ജാനു. ഒരു നല്ല കയ്യടി കൊടുത്തന്നെ സ്നേഹമാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്മാനം. അത് വാരിക്കോരി കൊടുക്കുക. അതാനക്ക് പെണ്ണുങ്ങളോട് പറയില്ലല്ല കളപ്പാട്ട. അപ്പാട് പണങ്ങിപ്പോ ആൾക്കാർ കണ്ട എന്തെന്നാ വിചാരിക്കുക, എന്നോടൊരു ഇട്ടയില്ല എന്നല്ലേ വിചാരിപ്പ. കല്യാണത്തിന് മുമ്പ് എന്തെല്ലാം വാഗ്ദാനങ്ങളിലും പണ്ട് തന്ന പുള്ളിപ്പാവാട മായിത്തരടിക്ക് പൂരം കാണുവാൻ കൊണ്ടു. കല്യാണം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് സാധിപ്പിച്ചു തന്നി. നിങ്ങളെന്താ ഇങ്ങനെ? ജാനു അന്ന് ഞാൻ അറിയല്ലോ എന്നെ കല്യാണം കഴിക്കേണ്ടിയിരുന്നു. ഇവരെ വർത്താനം കേൾക്കുമ്പോ ഞാൻ വിചാരിക്കും ഷാജഹാന്റെ ഭാര്യയായിട്ടായ മയ്യനും പഠിച്ചോനെ. അതാ ജാനു ഷാജഹാൻ. എന്റെ അമ്മേ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഷാജഹാൻ അല്ല, ഷാജഹാൻ ചക്രവർത്തി. അതാ ഷാജഹാൻ ചക്കവരട്ടിയോ? ഷാജഹാന്റെ ഭാര്യ മരിച്ചിട്ടാ താജ്മഹൽ ഉണ്ടാക്കി. ഭാര്യനോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനത്തെ ഉണ്ടാക്കുന്നല്ല. ഞാനഥവാ മരിച്ച ഞങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കുക? ജാനു അങ്ങനെ വലിയ താജ്മഹലൊന്നും ഉണ്ടാക്കുവാൻ എന്നെ കൊണ്ടാവുമല്ല. എന്നാലും തെക്കേപ്പറമ്പത്ത് ഒരു ചെറിയ സ്മാരകം ഞാൻ പണിയും. കണ്ടങ്ങള് പണിങ്ങിപ്പോ വിചാരിക്കും എന്നോടൊരു ഇട്ടില്ല. ഇട്ടാൽ എന്നെ കൊണ്ടല്ലേ ഇതെല്ലാം പറയുന്നത്. അല്ല ജാനു, എന്താ ഇതേതാ കൊല്ലോ? ഇതിപ്പം 2025 കഴിഞ്ഞ് 26 അല്ല ഒന്ന് ചോദിച്ചോട്ടെ, ഇക്കൊല്ലെങ്കിലും തുടങ്ങുവാനാവോ എന്തെന്നാ കളിപ്പട്ട സ്മാരകത്തിന്റെ പണി? എന്റെ പുക കാണും കാത്തിക്കുന്നില്ല. ഇവരെന്താണ് ഇങ്ങനെ? ഇവരെ കളി കാണുമ്പോ എനിക്ക് ഇടവലത്തുള്ള കല്യാണിയും കല്യാണിന്റെ ഭർത്താവ് കണ്ണനെയാ ഓർമ്മ. കല്യാണിന്റെ ഭർത്താവിനെ ഓർമ്മ വരുന്നത്? കല്യാണി രഹസ്യമായിട്ട് പറഞ്ഞാന്നേ, നിങ്ങൾ ആരോടും പാടുമെന്നും പോരെ. കല്യാണിന്റെ ഭർത്താവ് കണ്ണൻ ഇപ്പോഴും എടിയെങ്കും പോകുന്നു. കല്യാണിക്ക് ഒരു ഉമ്മെല്ലാം കൊടുത്തിട്ടാ പോവാ. എന്താ കളിപ്പാട്ട്? നിങ്ങൾക്ക് അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ലേ? ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല ജാനു, കല്യാണി സമ്മതിക്കണ്ടേ? എന്റെ അമ്മ, നിങ്ങളൊന്നും വിചാരിക്കറേ മക്കളെ, ഇത് കള്ളു കുടിച്ചിട്ട് പറയുന്നത്. എന്താ കളിപ്പാട്ട കള്ളു കുടിച്ചിട്ട് ഇങ്ങനെ പറയുന്നത്? എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത്? ഓരോന്ന് ആലോചിക്കുമ്പോ കുടിച്ചോന്നാ ജാനു. എന്തെന്നാ ഇതിന് മാത്രം ആലോചിക്കാനുള്ള നിങ്ങൾക്ക്? എനിക്കിങ്ങനെ ഒരു കുടിയനായ ഭർത്താവിനെയാണല്ലോ കിട്ടിയെന്ന് ആലോചിക്കുമ്പോ കുടിച്ചോന്നാ. അതാകില്ല അതില്ല കളപ്പാട്ടം. ഞങ്ങളെല്ലാരും ഒരു കാര്യം മനസ്സിലാക്കണം. കളപ്പാട്ടം കള്ളു കുടിച്ചിട്ട് ഭയത്തിന്റെ ഇവിടെ വലിയൊരു മൊയുണ്ട്. ഞാൻ പറയട്ടെ, അതിന്റെ എക്സ്റേ എടുക്കും ഡോക്ടറെ അടുത്ത് പറഞ്ഞാ കുരിപ്പ് കള്ളും കുടിച്ച് വന്നായേ